അപ്പൊ അവിടെ കൃപ എന്നാൽ എന്താവുന്നു? ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ ടു ഹ്യൂമൻ ലൈഫ്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നം മാറും. അപ്പൊ എന്ത് കാര്യത്തിനും കൃപ മതി. അപ്പോൾ ആ കൃപയെക്കുറിച്ചുള്ള വളരെ വലിയ ഒരു സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം. യെസ്. അപ്പൊ നമ്മൾ ഇത് പാടുമ്പോൾ കൃപ യേശുക്രിസ്തുവിലൂടെയാണ്. ഇതാണ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ. അപ്പൊ കൃപ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായത് ഇൻകാർണേഷനിലൂടെയാണ്. ഈശോ മനുഷ്യനായി സകല പാപികളെയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തതിലാണ് കൃപ. അപ്പൊ നമുക്ക് ഈ സങ്കീർത്തനം പാടിയിട്ട് ഒരുങ്ങാം അടുത്ത ക്ലാസ്സിനായിട്ട്. യെസ്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണു ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. അവർ എന്റെ കാലടികൾ കുവല വിരിച്ചു. എന്റെ മനസ്സിടിഞ്ഞു പോയി. അവർ എന്റെ വഴിയിൽ കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ പതിച്ചു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്റെ ഹൃദയം അചഞ്ചലമാണു ദൈവമേ, എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ
പാടി സ്തുതിക്കും. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും, വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്കു കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ അത് സൃഷ്ടി ചെയ്തതാണ്. ഈശോ തന്നെ പാടിയ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. നമ്മളിപ്പോൾ അത് പാടുമ്പോൾ നാം ഈശോയോട് കൂടെ പ്രാർത്ഥിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ പാടണം. അപ്പോഴാണ് അതിൻ്റെ ഫുൾ പവർ നമുക്ക് അനുഭവമാകുന്നത്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എന്നിട്ട് നോക്കട്ടോ, എനിക്ക് വേണ്ടി എല്ലാം. എന്താ വേണ്ടേ പറയും. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേറൊരാൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈശോയുടെ കാര്യത്തിലാണ്. ഈശോയുടെ കാര്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി പിതാവും പരിശുദ്ധാത്മാവും എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ആ ഈശോ നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾക്കും ആ ഈശോയുടെ അതേ അഭിഷേകമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ അത് സ്വിച്ച് ചെയ്തോ? ഓൾറൈറ്റ്, ഓക്കെ, മാറ്റിയില്ലേ? ഇല്ല. ഓൾറൈറ്റ്.